കടുത്തുരുത്തിയിലേക്ക് വന്ന് മത്സരിച്ചിട്ട് ഞാനോ അങ്ങനെ ഒരു പേരാണല്ലോ കേൾക്കുന്നത്. അതായത് കടുത്തുരുത്തി ഞാനോ വേണ്ടേ? തൊടുപുഴയിൽ പി.ജെ. ജോസഫ് മത്സരിക്കുകയും കടുത്തുരുത്തിയിൽ അദ്ദേഹത്തിന്റെ അപ്പൊ മോൻസി ജോസഫിന്റെ തട്ടകമായ കടുത്തുരുത്തിയിലെ ഈ കേരള കോൺഗ്രസ് പാർട്ടി വേറെ വല്ലതും കൊണ്ട് നിർത്തും. പി.ജെ. ജോസഫ് അദ്ദേഹത്തിന്റെ മകനും ചേർന്ന് മോൻസി ജോസഫിനെ പുറത്താക്കി. അതെ, ഞാൻ ആ രീതിയിലല്ലേ ഒരു കാര്യം, ഞാൻ 2006 അച്യുതാനന്ദൻ ഭരണകൂടത്തിൽ സമയത്ത് അപ്പച്ചനെതിരെ ഒരു കേസ് വന്നു. അപ്പച്ചൻ രാജിവെച്ചു. അഗ്നിശുദ്ധി വരുത്തിയ ഞാൻ ഇനി തിരിച്ചു കയറുള്ളൂ എന്ന് പറഞ്ഞ രാജിവെച്ചത്. തീർച്ചയായും അതൊക്കെ രാഷ്ട്രീയ. അതിനുശേഷം കുർലാഞ്ചേട്ടൻ മന്ത്രിയായി, മോൻസ് മന്ത്രിയായി. മദ്രാസിലെ ശ്രീപെരുമ്പത്തൂർ കോടതി അപ്പച്ചനെ കുറ്റവിമുക്തനാക്കി. അപ്പം അന്ന് TV ചാനലൊക്കെ ഉണ്ടല്ലോ, കുറ്റവിമുക്തനാക്കിയെന്ന് വാർത്ത വന്ന ആ നിമിഷം മോൻസ് ജോസഫ് രാജിസന്നദ്ധ എഴുതി കൊടുത്തു. തീർച്ചയായിട്ടും എഴുതി കൊടുത്തു. ഈ കേരള കോൺഗ്രസ് പാർട്ടി പി.ജെ. ജോസഫിനൊപ്പം ചേർന്ന പിന്നെ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അപ്പച്ചൻ്റെ ഉയർച്ചകളിലും താഴ്ചകളിലും വിജയങ്ങളിലും പരാജയങ്ങളിലും കൂടെ നിന്ന ഇപ്പം പാർട്ടിയിലുള്ള ഏക നേതാവ് മോൻസ് ജോസഫാണ്. ഇപ്പം പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന നേതാക്കളിൽ. അപ്പം അങ്ങനെയുള്ള ഒരു മോൻസ് ജോസഫിനെതിരെ പി.ജെ. ജോസഫും അബു ജോൺ ജോസഫും കൂടെ മോൻസ് ജോസഫിനെ വെട്ടാൻ പറയുമെന്ന് പറയുന്നവൻ്റെ എന്താ പറയുന്നത്,